ആർട്ട് ലൈഫ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്ന് വന്ന ചോദ്യമാണ് കേട്ടോ. ഹേമ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. കാലിലെ ആണിരോഗമുണ്ട്, വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, എന്ത് പരിഹാരമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പറയാം. കാലിലെ ആണിരോഗം ഉള്ളവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ ശീവേലിക്കൊപ്പം പ്രദക്ഷിണം ചെയ്യുക എന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ കാലിലെ ആണിരോഗം മാറിക്കിട്ടും. ഇനിയിപ്പോൾ ആണിരോഗം മാത്രമല്ല, നമ്മുടെ കാലിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം മാറിക്കിട്ടും പറയാനുള്ളത്. അപ്പോൾ ശീവേലിക്കൊപ്പം പ്രദക്ഷിണം ചെയ്യാം. പിന്നെ പള്ളിവേട്ടയുടെ ഒക്കെ ഒപ്പം ഓട്ടപ്രദക്ഷിണം ഉണ്ടായിരിക്കുമല്ലോ. പുറത്തെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് അകത്ത് ഓട്ടപ്രദക്ഷിണം ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് അതിന്റെ പുറകെയൊക്കെ ഓടുന്നത് വളരെ നല്ലതാണ്, ഈ കാലിലുള്ള ആണിയൊക്കെ മാറാനായിട്ട് എന്നും പറയാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഈ ആറാട്ടിന്റെ സമയത്ത് ഈ പള്ളിവേട്ടയ്ക്കൊന്നും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ സാധാരണ ദിവസങ്ങളിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 3 നേരവും ശീവേലി ഉണ്ട്. ആ ഒരു സമയത്ത് ശീവേലിക്കൊപ്പം പ്രദക്ഷിണം വെക്കുക. ഒരുപാട് ഭക്തർ ശീവേലിക്കൊപ്പം പ്രദക്ഷിണം വെക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അത് വളരെ നല്ലതാണ്. എല്ലാവരും ഇപ്പോൾ ഇത് ഉദ്ദേശിച്ചായിരിക്കില്ല ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ഭഗവാനെ സന്തോഷിപ്പിക്കാലോ, അതിലൂടെ നമുക്കും സന്തോഷിക്കാലോ, അങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഭഗവാൻ അത് മാറ്റിത്തരും. അങ്ങനെയാണ് പറയാട്ടോ. ഭഗവാന് നല്ല ഇഷ്ടമാണ് ശീവേലിയുടെ ഒപ്പം ഭക്തർ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇതിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ വരാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള വേറെയും ശീവേലിയൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ശീവേലിയുടെ സമയത്ത് പോകുക, ശീവേലിക്കൊപ്പം പ്രദക്ഷിണം ചെയ്യുക. അതാണ് പറയാനുള്ളത്. കാലിലെ ആണിരോഗമുള്ളവരെ, കാലിലെ വേദനകൾ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ സങ്കടപ്പെടുന്നവർക്കൊക്കെ ശീവേലിക്കൊപ്പം പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ ആൾ രൂപം എടുത്തു വെക്കുന്നിടത്ത് കാലിൻ്റെ രൂപമുണ്ട്. അപ്പോൾ ആ ഒരു കാലിൻ്റെ രൂപം എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആണിരോഗത്തിന് മാത്രമല്ല കേട്ടോ, കാലിൽ സംബന്ധമായിട്ടുള്ള എന്ത് വിഷമതകൾക്കും ഈ കാലിൻ്റെ രൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ അതും പറ്റില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള സ്ത്രീരൂപം പുരുഷരൂപം ഒക്കെ ഉണ്ടല്ലോ, അതും എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ആൾ രൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഒപ്പം തന്നെ ശീവേലിയുടെ ഒപ്പം പ്രദക്ഷിണം വെക്കുക. അപ്പോൾ ആണിരോഗമൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. ആണിരോഗം മാത്രമല്ല, കാലുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാൻ മാറ്റിത്തരും.